ഹലോ ഹായ് ജെകെആർ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു യാത്രയിലാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടികളൊക്കെ സ്കൂളുണ്ടായിരുന്നു. മോള് പഠിക്കുകയാണ്, SSLCക്ക് പഠിക്കുകയാണ്. അപ്പം അതിൻ്റെ എക്സാമൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും രാത്രി ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാമ്പത്തികം കുറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി, അവരുടെ കല്യാണമാണ് ഇപ്പോൾ തൊട്ടടുത്ത്. പക്ഷെ അവർക്ക് വിചാരിച്ച പോലെ ഒരു ലോൺ കിട്ടിയില്ല. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സ് പോലും സെറ്റല്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടടി, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തായിട്ടുള്ള റോഷന പറഞ്ഞു. നേഴ്സാണ്, ഇപ്പോൾ കടകളൊക്കെ ഉണ്ട്, ഹസ്ബൻഡ് ഹോട്ടലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്, ഒരു ഡ്രസ്സ് ഉണ്ട്, ഒരു ലെഹങ്ക, അങ്ങനത്തെ ഒരു ഡ്രസ്സാണത്. ലാച്ചയോ ലെഹങ്ക ഞാൻ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു മോഡൽ എന്തോ ഒരു ഡ്രസ്സാണത്. അപ്പം അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അധികം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാലോ, ഈ കല്യാണത്തിനൊക്കെ വാങ്ങിക്കിട്ടുന്ന ഡ്രസ്സ് ആകെ 1 മണിക്കൂറൊക്കെ, 2 മണിക്കൂറോ ആ ഒരു റിസപ്ഷൻ്റെ ടൈമിൽ മാത്രം ഇട്ടിട്ട് അവിടെ വെക്കും. അങ്ങനെ എന്തോ ഒരുപാട് വർക്കുള്ള ഒരു ഡ്രസ്സാണ്. ശരി, അപ്പോൾ ആ ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് വെച്ചാൽ കല്യാണം ഇപ്പോൾ തൊട്ടടുത്തായി, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു 1000 രൂപ 1500 രൂപയുടെ ഒരു സാരി ആരോ വാങ്ങി കൊടുത്തു. അത് മാത്രമുള്ള അവരുടെ കയ്യിൽ, ബാക്കി നല്ല ഡ്രസ്സൊന്നും ഇല്ല. അപ്പം അത് നമുക്കൊരു വിഷമം തോന്നി. അപ്പം എല്ലാവരും ഉണ്ട്. നൂനു ടുട്ടു, അപ്പം ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം എന്തായാലും ഇന്നിപ്പോൾ അവിടെ നിന്ന് ഫുഡ് എന്തായാലും പുറത്തുനിന്ന് കഴിക്കണം. അപ്പം പിന്നെ അവിടെ നിന്ന് കഴിക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് ഇവർ കൊടുക്കാനിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് എനിക്ക് നാളെ തന്നെ അത് അവിടെ കൊണ്ടു കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഒരേ പാകാവില്ലല്ലോ, ഹൈറ്റ് വെയിറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓൾട്രേഷൻ ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എത്താറായിട്ടുണ്ട്, നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കടയുടെ പേര് ഈ പോയിന്റിന്റെ അടുത്ത് ചേഞ്ച് ആൻഡ് ചില്ല് എന്ന് പറഞ്ഞിട്ടുള്ള കൊടകരയുള്ള ഒരു ഹോട്ടലാണ്. നമ്മുടെ കൊടകര EV പോയിന്റിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയാണ്. കടയുടെ പേര് കാണാൻ പറ്റണില്ലേ, ചേഞ്ച് ആൻഡ് ചില്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പം നമ്മളിവിടെ എത്തി. EV സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ചേഞ്ച് ആൻഡ് ചിൽ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇത്രയും നേരം ഹോട്ടൽ എന്നാണ് പറഞ്ഞിരുന്നത്, അല്ല, ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നത്. ഇത് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ നമ്മളുടെ കൊടകര എത്തുന്നതിന് മുൻപായിട്ട്, അതായത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കൊടകര എത്തുന്നതിന് മുൻപ്, ശാന്തി ഹോസ്പിറ്റലൊക്കെ എത്തുന്നതിന് മുൻപ് ഹൈവേയിൽ തന്നെയാണ്. പോകാനൊക്കെ നല്ല സുഖമാണ്. അതിലേക്ക് ഉള്ളിലേക്ക് അങ്ങനെ നടന്ന് കയറുമ്പോൾ, അതായത് അതിൻ്റെ ആ ഒരു വേ കാണാൻ തന്നെ നല്ല രസമാണ്. നല്ലൊരു ഫീലിംഗ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ. അങ്ങനെ കയറി 2 നല്ല വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റോടൊക്കെ കൂടിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫീലാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടെ നല്ല ഐസ്ക്രീംസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ നേരത്ത് വന്നിട്ട് ഐസ്ക്രീം അങ്ങനെ കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും അപ്പോൾ നമ്മളിന്ന് ഒരു എൻഗേജ്മെൻറ്റിന് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ ഇന്നലെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചുല്ലോ. അപ്പോൾ ആ ഡ്രസ്സ് ഒന്ന് ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കണം. ഈ അടുത്ത ദിവസങ്ങളിലാണ് കല്യാണം. അപ്പോൾ ആ കുട്ടിക്ക് അത് അവളുടെ അളവിനൊക്കെ ആക്കി എടുക്കേണ്ട കുറച്ചൊരു സമയം വേണം. അപ്പോൾ ഇന്ന് കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് കാണുന്നതിലുപരി ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷന്, കല്യാണമോ അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കാതെ അങ്ങനെ അലമാരിയിൽ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഡ്രസ്സുകൾ നമ്മൾ വെറുതെ വെച്ച് നശിപ്പിക്കുന്നതിനേക്കാൾ പകരം മറ്റൊരു സാമ്പത്തികം കുറഞ്ഞ മറ്റൊരു ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം അറിയാം, ഓരോ ഡ്രസ്സുകളുടെ വിലകൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റാവുന്നതിലും അധികമായിട്ട് എന്താ പറയുക, തീരെ ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ അവർക്കൊന്നും തീരെ പറ്റില്ല അത് വാങ്ങിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അതൊരു ഉപകാരമായിട്ട് വരും.
അപ്പം നീ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരേ. ഫ്രണ്ട് ബാക്ക് അതായത് ബാക്ക് ലാച്ചയുടെ എന്താ പറയുക, ഇതിൻ്റെ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസല്ല, ബ്ലൗസാണ്. ഇത് സ്കർട്ട്, ഇതിൻ്റെ സ്കർട്ട്, ഇതതിൻ്റെ ബ്ലൗസായിട്ട് വരും. കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ട് കാണിച്ചു. നല്ല സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ. സ്റ്റോൺ വർക്ക് നല്ല വെയിറ്റ് ഉണ്ട് കാരണം ഇത് മുഴുവൻ സ്റ്റോണാണ്. ആക്ച്വലി ഇത് ഭയങ്കര വില വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതെന്ത് വർക്കാന്നുള്ളതിൻ്റെ പേരൊന്നും പറയാനൊന്നും എനിക്കറിയില്ല. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും ഇതിന്. എങ്ങനെ വേണമെങ്കിലും ഇടാം അങ്ങനെ ഒരു ഡ്രസ്സ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളുടെ അലമാരിയിൽ വെച്ച് കൂട്ടിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നീട് നമ്മളിത് എന്താ പറയുക, വേറൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാന്ന് വെച്ചാൽ ആളുകൾ ആരും ഉപയോഗിക്കുന്നില്ല. പിന്നത്തെ ഫംഗ്ഷന് വേറെ വാങ്ങിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ഡ്രസ്സുകൾ ഒട്ടും എന്താ പറയുക, പഴക്കമൊക്കെ വന്നിട്ട് ആകെ കേടായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ കാണുന്ന ഓരോരുത്തരുടെയും വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷന് അവർക്ക് ഡ്രസ്സ് ഇല്ലാതെ അല്ലെങ്കിൽ അത് വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുമ്പോൾ ഇതിപ്പോൾ ഇട്ടോ ആരറിയാനാണ് പോണത്, ഇത് നിങ്ങൾ ഇട്ടോളൂ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇത്, കാരണം അത്രയും പൈസ ലാഭമാണല്ലോ അവർക്ക്. അപ്പം അതറിയാനൊന്നും പോണില്ല. ഒരേപോലത്തെ ഡ്രസ്സുകളൊക്കെ എത്രയോ പേരാ ഉപയോഗിക്കണത്, ആരോ ഉപയോഗിക്കണം, എന്താ ഉപയോഗിക്കണമെന്നൊന്നും ആർക്കും അത് നോക്കാനൊന്നും നേരമില്ല. പക്ഷെ അന്നത്തെ ദിവസം ആ ഫംഗ്ഷന് ഏറ്റവും സുന്ദരിയായിട്ട് ഒരുങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടിക്ക്, ആ കുട്ടീനെയൊന്നും ഞാൻ ആരാന്ന് പറയുന്നില്ല, ആ കുട്ടിക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള റോഷന വഴിയാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അവൾക്ക് വേറെ ആരോ കൊടുത്തതാണ്. അത് ആരാണെന്നുള്ളത് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ അലമാരകളിൽ ഒന്ന് തപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടും, നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഗുണമേന്മയൊക്കെ നഷ്ടപ്പെടുന്നതിനേക്കാളും മുൻപ്, ഇങ്ങനെ പിഞ്ഞ് കീറുന്നതിനേക്കാളൊക്കെ മുൻപ് ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അത് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനാഥശാല പോലെയുള്ള അങ്ങനെ സ്ഥാപനത്തിലേക്ക് കൊടുക്കാം, അല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ സാമ്പത്തികം കുറഞ്ഞവരുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു പുതിയ എപ്പിസോഡുമായി അടുത്ത തവണ കാണാം. താങ്ക് യു.